തിക്കുറിശി സുകുമാരൻ നായരെയും സത്യൻ മാഷിനെ സ്മരിച്ചുകൊണ്ട് പറയട്ടെ, മലയാളത്തിൽ ഇതുവരെ പ്രധാനമായും 5 സൂപ്പർ സ്റ്റാറുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് പ്രേം നസീർ, ജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മധുവും സോമനും സുകുമാരനും ജയറാമും ദിലീപും പൃഥ്വിരാജും ഒക്കെ എവിടെയെന്ന്. അവരൊക്കെ അവരുടെ പീക്ക് സമയത്ത് ജനപ്രിയരായ താരങ്ങളായെങ്കിൽ കൂടിയും സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലെത്താൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. 1970 ശേഷമാണ് ഇന്ത്യൻ സിനിമയിൽ സൂപ്പർ സ്റ്റാർ എന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്നയായിരുന്നു. ആരാധന എന്ന സിനിമയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് കയറിയ രാജേഷ് ഖന്ന 1971 ഇറങ്ങിയ CID നസീർ, ലങ്കാദഹനം എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൂടെയാണ് പ്രേം നസീർ സൂപ്പർ സ്റ്റാറായി മാറുന്നത്. 1980 റിലീസായ അങ്ങാടിയാണ് ജയനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റുന്നത്. കേരളം മുഴുവൻ മാസങ്ങളോളം അങ്ങാടി നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിച്ചത്. 1986 റിലീസായ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം രാജാവിൻ്റെ മകനാണ് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ 26-ാം വയസ്സിൽ സൂപ്പർ സ്റ്റാറായി അംഗീകരിക്കപ്പെടുന്ന ആദ്യ നടനായിരുന്നു മോഹൻലാൽ. 1987 റിലീസായ ന്യൂഡൽഹി എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ സുപ്രധാന ഏടാവുകയും മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായി അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. 1994 ഇറങ്ങിയ കമ്മീഷണറിലൂടെയാണ് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായി മാറിയത്. അവസാന സൂപ്പർ സ്റ്റാർ ഉയർന്നു വന്നതിന് ശേഷവും 30 വർഷം കഴിഞ്ഞ് ദിലീപും ജയറാമും പൃഥ്വിരാജും ഒക്കെ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിലും കൺസിസ്റ്റന്റായി ബോക്സ് ഓഫീസിൽ തരംഗം ഉണ്ടാക്കാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ടൊവിനോ തോമസ് മിന്നൽ മുരളിയിലൂടെയും ദുൽഖർ സൽമാൻ കുറുപ്പിലൂടെയും നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ആസിഫ് അലി തുടങ്ങിയ നടന്മാർ 1-2 ചിത്രങ്ങളിലൂടെ ബോക്സ് ഓഫീസിൽ ചലനം ഉണ്ടാക്കിയെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്തു പോകാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. മാർക്കോ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഉണ്ണി മുകുന്ദൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അവരോധിക്കപ്പെടുകയാണ്. കാരണം ഒരു ചിത്രം, അത് നായകന്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് തിയേറ്ററുകൾ ഇളക്കി മറിക്കുകയും വെറും 2 ദിവസം കൊണ്ട് 30 കോടിയിലധികം രൂപ വേൾഡ് വൈഡിൽ സ്വരൂപിക്കുകയും ചെയ്യുകയും ചെയ്തത് മലയാള സിനിമയിൽ അപൂർവമായ സംഭവമാണ്. ഈ ട്രെൻഡ് തുടർന്നാൽ മാർക്കോ 150 കോടി കടക്കുകയും ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയുടെ 6-ാമത്തെ സൂപ്പർ സ്റ്റാറായി മാറുകയും ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.